ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇന്ന് ചെറിയൊരു പുറത്തേക്ക് പോവാട്ടോ. കരിങ്ങലത്താണി ടൗണാണിത്. അപ്പോൾ നമ്മളിവിടെ മോൾക്ക് LSSൻ്റെ പുസ്തകം മേടിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് സ്റ്റാളിലേക്ക് വന്നതാണേ. അപ്പോൾ അതാ ഞാൻ ബുക്ക് സ്റ്റാളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 4 സ്റ്റാർ നല്ല മധുഹൂത്ത് അതുപോലെ നല്ല അടിപൊളി ഭക്ഷണം കിട്ടും കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ കാത്തിരുന്ന് ഒടുവിൽ എത്തി കേട്ടോ. മന്തി റൈസും പിന്നെ ഒരു ബീഫ് ഫ്രൈയും ആണ് പറഞ്ഞിരുന്നത്, ബീഫ് ചില്ലി. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണേ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വിശപ്പുണ്ടാകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചു. പിന്നെ മോനും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അടുത്തത് പോയത് ഫാമിലി സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ അകത്ത് കയറി കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാൻ സോപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ എനിക്കിഷ്ടമുള്ള സോപ്പുകളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ വാസനിച്ചതാണ്. പിയേഴ്സ് ഒരുപാട് സോപ്പുകളുണ്ട്. അപ്പോൾ മോനാണെങ്കിൽ അതൊന്ന് ഓരോന്ന് എടുത്ത് താഴത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഞങ്ങൾ ബാക്കിലേക്ക് സ്കൂട്ടായി. പിന്നെ ഞാൻ ഏട്ടനോട് സോപ്പ് എടുക്കാൻ പറയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് മക്കളിങ്ങനെ ഉന്തി ഇങ്ങനെ പോവട്ടെ. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇങ്ങനെ TV-യിൽ ഫോണിലൊക്കെ കാണുമല്ലേ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നല്ല അവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമായി ആ സമയത്ത്. പിന്നെ ഞങ്ങളൊരു കുട്ടികൾക്കുള്ള അതിൻ്റെ വണ്ടിയുടെ കടയിലേക്ക് കയറി കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്. അവൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ പോയ പോലെ. നമ്മളെ അതിലൊന്നും എനിക്കൊന്നും ഇങ്ങനത്തെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെ സാധനങ്ങളാണ്. വലിയ വണ്ടികൾ, പിന്നെ സൈക്കിളുകൾ, പാട്ട് കേട്ടിട്ടുള്ള പോകാനുള്ളത്. അപ്പോൾ ഞാൻ മോനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കി വെച്ചു, മേടിച്ചില്ല. അപ്പോൾ അവനതങ്ങനെ വണ്ടിയിലൊക്കെ കയറി. അവന് നല്ല ഇഷ്ടമായി കേട്ടോ. അവന് വണ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് അവനിങ്ങനെ കളിക്കുകയാണ്. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കുന്നില്ല കുട്ടികൾ. അവർ മറ്റേ രണ്ടാമത്തെ മോളും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കോപ്പുകളല്ലേ അവർ പറയണോ പിന്നെ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ വണ്ടി സെലക്ട് ചെയ്തു. പിന്നെ അപ്പോൾ ഞങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടോ. ആകെ ക്ഷീണിച്ചൊരു പരുവായി. സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അവൾ ബുക്ക് കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.